ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ചുറ്റും ചുഴന്ന ഗോപാലസഖികളും ചുറ്റുമീ എന്നതുപോലെ ചൊല്ലിടിനാർ കൃഷ്ണനും രാമനും. അക്കഥ കേട്ടുടൻ ഉൾക്കുതുകേന മന്ദസ്മിതപൂർവകം ചിത്തം ഒരുമിച്ചു തമ്മിൽ കടാക്ഷിച്ചും സത്വരം പൈക്കളെ മെയ്വാനകലവേ നിർത്തി പരിചിനോടൊത്താലകാനനം ഗത്വാമുദാ സിംഹനാദേന സാമ്പ്രതം. പെട്ടെന്ന് മുഷ്ടി ചുരുട്ടി ബലഭദ്രൻ ഒട്ടും മടിയാതെ താലമൂലേരുഷ കുത്തിക്കുലുക്കി പൊഴിച്ചു പനമ്പഴം. അത്യന്തമേറ്റവും വീണുദരിത്രിയിൽ മത്തനായത്രേയും ഉത്തങ്കനായോരു ഹസ്തിവരനാദമാർത്തു ഗോപാലരും. അപ്പോൾ അസുരാരാജാവായ ധേനുകന്ദർപ്പാതിരേകേണ വന്നു നോക്കും വിധൗ നിൽക്കുന്നിതു ബലഭദ്രരും കൃഷ്ണനും ശക്തി കുറഞ്ഞ ഗോപാല സമൂഹവും. കൃത്തിച്ചതു കണ്ടു പൊട്ടിച്ചിരിച്ചവൻ ഉദ്ധത അലറിക്കൊക്കെയും പൊട്ടുമാറുച്ച വേഗം പറഞ്ഞിടിനാൻ. ഒട്ടും അറിവകതാരില്ലായകയാൽ ചിത്തേ മമാലയമീ കൊടുങ്കാടെന്നും സിദ്ധമല്ലായകയോ വന്നകപ്പെട്ടതും മുഷ്കര ത്വൽപ്രഭാവേന മുഴുത്തേഴും. ധിക്കാരമോ പുനരെന്തിനു തോന്നുവാന് ശക്തിമാനേവനിതിലിപ്പനമ്പഴം കുത്തിക്കുലുക്കി കൊഴിപ്പതിനായവൻ. മുൾപ്പേടും പേടി ഒഴിഞ്ഞിങ്ങു വന്നാലും ഇപ്പോൾ ക്ഷണേനെ കൃതാന്താലയത്തിനു വിട്ടിടുവാൻ അഴകോടു വസിപ്പതിൻ. ഒട്ടുമതിനൊരു ദണ്ഡമെനിക്കില്ല നിശ്ചയമെന്നു പറഞ്ഞു ദൈതേയനോട്. അച്ഛബുദ്ധ്യാ പുനരാനകദുന്ദുവി പുത്രരിലഗ്രജൻ താനതാ ചൊല്ലിനാന്. എത്രയും നന്നു നീ ചൊന്നതെടോ സഖി, ഒട്ടും അറിവെനിക്കില്ലായിക കൊണ്ടല്ല ദുഷ്ടനായുള്ളോരു നിന്നെയും നിന്നുടെ നിത്യസഹചരന്മാരെയുമൊക്കെവേ മൃത്യുപുരത്തിനയക്കേണമെന്നതും കൽപ്പിച്ചു വന്നകം പൂക്കേനിവിടെ വൈ കൽപ്യമീയന്നു ഇല്ലാതെ വരികടോ. എങ്കിൽ നീ എത്രയും നന്നു ധേനുകൻ ശങ്ക വെടിഞ്ഞു പറഞ്ഞങ്ങടുത്തുടൻ. പങ്കിതനനുകോടടക്കിയതശ്രമം പിൻകാലെടുത്തു തിരിഞ്ഞു ചവിട്ടുവാന്. മുൻകാലുയർത്തി ചവിട്ടുവാനങ്ങവൻ സങ്കടമെന്നിയെ മാറിക്കളഞ്ഞുടൻ. അന്തർദിശി നിന്നു വേഗാൽ പിടിച്ചുകൊണ്ട് അന്തരം തൻ തലമീതേ സവിദ്രുതം വട്ടത്തിലൊന്നു ചുഴറ്റി എടുത്തങ്ങ് ദുഷ്ടമായൊരു കരിമ്പന തന്നോടും പെട്ടെന്നെറിഞ്ഞു കളഞ്ഞാൻ. ചുഴറ്റിയ വട്ടം തിരിഞ്ഞു കൂടുന്നതിൻ മുന്നമേ ദുഷ്ടനുടെ ജീവനൊട്ടകന്നു ശവം
ഇട്ടകളത്രേ മറ്റെറിഞ്ഞതും തത്ര പുനരതേറ്റോരു താലം മുറിഞ്ഞ് അത്യാന്തിക സ്ഥലതാലങ്ങൾ മേലേൽക്കയാൽ പൊട്ടിഞ്ഞെരിഞ്ഞു മുറിഞ്ഞ് അനേകം പന ഞെട്ടിയലച്ചു വധിച്ചിതോരോ വിധം വെട്ടുമിടിയും കൊടുങ്കാറ്റുമായി വന്ന് പുഷ്ട്യാ കദളീവനം തകർക്കും തരം. ഹരേ. അടുത്ത ഭാഗം നാളെ.